ഹലോ, ഇന്ന് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് നമ്മൾ മലയാളികൾക്ക് എല്ലാവർക്കും അറിയാവുന്നതൊരു റെസിപ്പി തന്നെയാണ്. എന്നിരുന്നാലും കുറച്ച് പേർക്ക് വേണ്ടിയിട്ട് ഞാൻ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള അപ്പം എങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് കാണിച്ചു തരാം. മാവരച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ജാർ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 4 മണിക്കൂറെങ്കിലും കുതിർത്ത 2 കപ്പ് പച്ചരി ഞാനത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1 കപ്പ് റൈസ് ചേർത്ത് കൊടുക്കാം. വെള്ളയാണെങ്കിൽ നല്ലത്, അപ്പം നല്ല കാണാനൊക്കെ നല്ല ഭംഗിയുണ്ടാവും. ഇനി ഇതിലേക്ക് 1 കപ്പ് പശുവിൻ പാൽ, നമ്മുടെ സാധാരണ മിൽമ പാലാണെങ്കിലും മതി, അത് ചേർത്ത് കൊടുക്കാം. ഇനി 1/2 കപ്പ് തേങ്ങ ചിരകിയതും കൂടെ നമുക്ക് ചേർക്കാം. ഇനി ഇതിലേക്ക് ഞാൻ ഒരു 1/4 കപ്പ് പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പഞ്ചസാരയൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് മാറ്റം വരുത്താവുന്നതാണ്. ഇനി 4 ഏലക്ക ചേർത്ത് കൊടുക്കാം. അവസാനമായി ഒരു 1/2 ടീസ്പൂൺ ഈസ്റ്റ് കൂടെ ചേർത്ത് കൊടുക്കണം. ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് അല്ല കേട്ടോ, നോർമൽ നമ്മൾ അപ്പത്തിനൊക്കെ ഉപയോഗിക്കുന്ന കുറച്ച് വലിയ ടൈപ്പ് ഈസ്റ്റ്. ഇനി വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല, നമ്മൾ പാലൊക്കെ ഓൾറെഡി ചേർത്തതാണല്ലോ, ഇത് മതിയാവും. നമുക്ക് ഇത് നല്ല പോലെ അരച്ചെടുക്കാം. മാവ് നല്ല രീതിയിൽ തന്നെ അരഞ്ഞ് കിട്ടിയിട്ടുണ്ട്. നമുക്കിതൊന്ന് പാത്രത്തിലേക്ക് മാറ്റിയ ശേഷം ഒരു 6 മണിക്കൂറൊക്കെ മതിയാവും കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് രാത്രി പൊങ്ങാൻ വെച്ച ശേഷം കാലത്താവുമ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. മാവ് നല്ല ടൈറ്റായിട്ട് മൂടി വയ്ക്കാതെ കുറച്ച് എയർ സർക്കുലേഷനൊക്കെ കിട്ടുന്ന രീതിയിൽ കുറച്ച് തുറന്ന് വയ്ക്കാം. എന്തെങ്കിലും വീഴുമോ എന്നുള്ള പേടി ഉണ്ടെങ്കിൽ ഒരു നെറ്റിൻ്റെ ബാസ്ക്കറ്റ് വെച്ചിട്ട് കവർ ചെയ്ത് വെച്ചാലും മതി. ഒരു 8 മണിക്കൂർ കഴിഞ്ഞപ്പോൾ തന്നെ മാവ് നല്ല പൊങ്ങി വന്നിട്ടുണ്ട്. സ്പൂൺ ഇടുമ്പോൾ തന്നെ താഴ്ന്നു പോകുന്നുണ്ട്. ഞാനിതിലേക്ക് വെള്ളമൊന്നും ചേർത്ത് കൊടുക്കാത്തത് കൊണ്ടാണ് നല്ല കട്ടിയായിട്ടിരിക്കുന്നത്. നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പും വെള്ളവും ചേർത്ത് അപ്പം ബാറ്റർ റെഡിയാക്കാവുന്നതാണ്. അപ്പം ചുട്ടെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു അപ്പച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് മാവ് ഇങ്ങനെ കോരി ഒഴിച്ചതിന് ശേഷം ഒന്ന് ചുറ്റിച്ചു കൊടുത്ത് നല്ല പൂ പോലെയുള്ള അപ്പം റെഡിയാക്കി എടുക്കാവുന്നതാണ്. ഏകദേശം ഒരു 1.5 മിനിറ്റ് മതിയാവും കേട്ടോ. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. പരസ്യങ്ങളിലൊക്കെ പറയുന്നത് പോലെ നല്ല സ്വർണ്ണക്കൊലുസിട്ട അപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ഏലക്കയുടെയും ഈസ്റ്റിൻ്റെയൊക്കെ മണം വരുന്നുണ്ട്. ചിക്കൻ സ്റ്റൂവിൻ്റെയും ബീഫിൻ്റെയും കൂടെ കഴിക്കാൻ പറ്റിയ പെർഫെക്റ്റ് അപ്പമാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ, ഈ റെസിപ്പി. ഇനി അടുത്ത തവിയിലും കോരി ഒഴിച്ച് ഇതേപോലെ നമുക്ക് അപ്പം റെഡിയാക്കി എടുക്കാവുന്നതാണ്. ഏലക്ക ഇട്ടില്ല എന്ന് വെച്ച് കുഴപ്പമൊന്നുമില്ല. ഈ റെസിപ്പി പെർഫെക്റ്റ് റെസിപ്പിയാണ്. ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് റെസിപ്പിയിൽ മാറ്റം വരുത്താവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ ക്രിസ്മസിന് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ബ്രേക്ക്ഫാസ്റ്റിന്. അപ്പോൾ അടുത്ത വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരെ താങ്ക് യു.